ഹലോ, തിരിച്ചു വന്നവഴിക്ക് നമ്മൾ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒരു മീനല്ല, 1, 2, 3 കൂട്ടം മീനുകളാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 3 കൂട്ടം മീനും നമ്മൾ അര കിലോ വെച്ചിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്തുണ്ടായിരുന്നത് നമ്മുടെ ചാളമീനും ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് അയിലമീനും ഉണ്ടായിരുന്നു, പിന്നെ ഈ മീൻ എന്തൊട്ട് പറയണേ, പാൽമുള്ളൻ, സീഡി മീൻ, അങ്ങനെ കുറേ പേര് ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കൂടി ഓരോ പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. ചാളയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി വന്ന്, എന്നാലും നമ്മളൊന്നും കൂടി കഴുകി വൃത്തിയാക്കി എടുക്കണം. ചാള നന്നാക്കണ ഇച്ചിരി അധികം പാടുള്ളൊരു ജോലിയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ നന്നാക്കിയത് മേടിച്ചത്. പിന്നെയും നന്നാക്കണ എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരുപാട് വലിയ ചാളയൊക്കെ കിട്ടുമ്പോൾ വാങ്ങി നന്നാക്കാറുണ്ട്. അത് തല വെക്കാപ്പിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അവന് വേവിച്ച് കൊടുക്കണ ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ ചാള ഇഷ്ടമല്ല. ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ചാള മാത്രമേ കഴിക്കാറുള്ളൂ, എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന വറുത്ത ചാള മാത്രം. പക്ഷേ ഈ മീൻ പിരാന പോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിൽപ്പെട്ട മീനാണ് കേട്ടോ ഇത്. ഇതിന് സീഡിന്നും പാൽമുള്ളനും പിന്നെ എന്തുട്ടാണ് കണ്ണാടി മുള്ളനും പപ്പട മുള്ളനും അങ്ങനെ കുറേ അധികം പേര് ഇതിനുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതൊന്ന് നന്നാക്കി സെറ്റ് ചെയ്തെടുക്കാം. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഒട്ടും കനമില്ലാത്തതൊക്കെ പോലെ തോന്നും. പിന്നെ ഇതിനകത്താണെങ്കിൽ ഒത്തിരി കളയാനായിട്ടുള്ള വേസ്റ്റും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. കാണാൻ നല്ല സുന്ദര കുട്ടപ്പനാണ്. ചിലരൊക്കെ ഈ മീൻ നന്നായി കഴിഞ്ഞിട്ട് തോലൊക്കെ പൊളിച്ചളയാറുണ്ട്. പക്ഷെ ഞാനത് പൊളിച്ചളയാറില്ല. കാരണം ഒന്നാമത്തത് മടി തന്നെ, പിന്നെ അങ്ങനെ കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെയായാലും നമുക്ക് കഴിച്ചാൽ മതിയല്ലോ. പിന്നെ അയല നന്നാക്കണ്ടേ. അപ്പോൾ ഇതിൻ്റെ തല അവന് ഇഷ്ടമാണ്. അപ്പോൾ ഈ തലയും കൂടി നമ്മളെടുത്ത് അങ്ങോട്ട് പുഴുങ്ങണം. അയിലയൊക്കെ നന്നാക്കി മാങ്ങയിട്ട് കുറച്ച് കറി വെക്കാമെന്നും പിന്നെ ചാളമീൻ വറുക്കാമെന്നും പിന്നെ ഈ മീൻ വറുക്കാമെന്നുമാണ് ഞാൻ വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ചാള മൊത്തം വറുക്കണില്ല, പാതി മാത്രമാണ് വറുക്കണുള്ളൂ. ബാക്കി നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. പിന്നെ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ നാളെ എങ്ങാനും വറുക്കാമെന്ന് വിചാരിച്ച് സെറ്റ് ചെയ്ത് വയ്ക്കും. നമുക്കിതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം ചാള കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ തിരുമ്മി ഒന്ന് വറുക്കാനായിട്ട് വെച്ചു. ഇതൊക്കെ വേഗം വറുത്ത് റെഡി ആയിട്ട് വരും കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല കരിമുരുവെന്നുള്ള ചാളയാണ് ഇഷ്ടം. പക്ഷെ ഞാനിവിടെ എങ്ങനെ ഉണ്ടാക്കുന്ന ചാള കഴിക്കില്ല. പക്ഷെ ഇവർക്ക് അങ്ങനെ ഒരുപാട് കരിമുരുവൊന്നും മുരിയാൻ പാടില്ല. എനിക്കങ്ങനെ ടേസ്റ്റ് നോക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു വിവരം എനിക്കറിയില്ല. എന്നാലും ഏകദേശമുള്ളൊരു വേവൊക്കെ ഇങ്ങനെ മനസ്സിലങ്ങനെ കണക്ക് കൂട്ടി പഠിച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ നമ്മുടെ ചാളക്കുട്ടി കുറച്ച് നേരം ഇരുന്നങ്ങോട്ട് വെന്ത് റെഡിയായി വരട്ടെ. മാങ്ങയിട്ട മീൻ കൂട്ടാനും നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ടൊന്ന് മൂട്ടി വെച്ച് കൊടുക്കണം. ഞാൻ ഇപ്പോൾ ഒന്നും കൂടി കാണിച്ചു തന്നെയാണ് കേട്ടോ. അതിനകത്ത് കടുകൊന്നും പൊട്ടിച്ചിട്ടില്ല. ഇത് നമുക്ക് അടുത്ത ടാസ്ക് ഈ പാൽമുളക് നന്നാക്കി എടുക്കുകയാണ്. ഇതിന് ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല നന്നാക്കി എടുക്കാനായിട്ട്. വളരെ എളുപ്പമായിട്ടുള്ള സംഭവമാണ്. ഇതും ഇതുപോലെ തലയൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് കളഞ്ഞ് സെറ്റ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമുണ്ട്. പക്ഷേ എനിക്കതറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന പോലെയൊക്കെ നന്നാക്കി അങ്ങോട്ട് വൃത്തിയാക്കി സെറ്റ് ചെയ്തെടുക്കുക. ഒത്തിരി താമസമൊന്നുമില്ല കേട്ടോ ഇതൊന്ന് നന്നാക്കി എടുക്കാം. പിന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനാണ് ഇച്ചിരി താമസമുള്ളത്. അങ്ങനെ പതുക്കെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതും തല വെച്ചുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ ഭാഗം വേസ്റ്റ് എടുത്ത് കളയണ ഒരു രീതി ഉണ്ട്. അതെനിക്കറിയില്ല. എല്ലാം ഒന്നും കൂടി ഒന്നേന്ന് പഠിക്കണം. എന്നാലാണ് നമുക്ക് കുറച്ചും കൂടി മീൻ അതിനകത്ത് നിന്ന് കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ 1/4 ഭാഗം പോവും, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇച്ചിരി മാംസം കൂടുതൽ എനിക്ക് തോന്നുന്നു തലയുടെ ആ ഭാഗത്താണെന്ന് തോന്നണേ. എന്തായാലും ഇത്രയൊക്കെ നന്നാക്കാൻ പഠിച്ചല്ലോ എന്നോർത്ത് സമാധാനിക്കാം. നമുക്ക് പറഞ്ഞ പോലെ തന്നെ ആ രീതിയിലൊന്ന് നന്നാക്കിയെടുത്ത് വേസ്റ്റുകളൊക്കെ ഒന്ന് കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി കഴുകി ഇതേ സുന്ദര കുട്ടപ്പനാക്കി. ഇനി ഇങ്ങനെ തിളങ്ങണോണ്ടാണോ ഇതിന് സീഡി എന്നൊക്കെ വിളിക്കണേന്ന് ആർക്കറിയാം. ഇങ്ങനെ പരന്നിരിക്കുന്നതുകൊണ്ടും ആയിരിക്കണം. ഇനി ഇവന്മാർ 2 പേരും കൂടിയുണ്ട് ബാക്കി. ഇവന്മാരെ നമുക്ക് വെട്ടിക്കണ്ടിച്ച് മുറിച്ച് നന്നാക്കി എടുക്കാം. ഈ രക്തത്തിൽ നിന്നെല്ലാം ഒന്ന് കുളിപ്പിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇവന്മാരെ വെട്ടി വൃത്തിയാക്കി എടുക്കാൻ. പാവങ്ങൾ ഭയപ്പെട്ട് കാണും. അങ്ങനെ നമ്മുടെ ഈ സീഡി കുട്ടന്മാരെ നമ്മൾ കുളിപ്പിച്ച് റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവനെ ഒന്ന് നന്നാക്കി വൃത്തിയാക്കി എടുക്കാം. ഇവനെന്ന് വെച്ചാൽ ഇവന്മാരെല്ലാവരും കണ്ടോ, നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തൊലിയില്ലേ, ഇതാണ് വേണമെങ്കിൽ പറിച്ച് കളയാമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെയായിട്ട് അങ്ങ് ഉപയോഗിക്കാം. പിന്നെ ഉള്ളിലാണെങ്കിൽ കുറച്ച് ഇങ്ങനെ വേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ വേസ്റ്റൊക്കെ അങ്ങോട്ട് എടുത്ത് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വെള്ളം അതിലേക്ക് ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ 3 പേരും വൃത്തിയായി കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വരയാനുള്ള ഒരു പരിപാടിയിലേക്ക് കിടക്കാം. മീനിനെയൊക്കെ തിന്നുമ്പോൾ അങ്ങനെ അത്ര വിഷമം തോന്നില്ല കേട്ടോ. തിന്നുമ്പോഴും ഇങ്ങനെ കൊല്ലണ കാണുമ്പോൾ അങ്ങനെയൊന്നും അത്ര വിഷമങ്ങൾ അങ്ങനെ വരാറില്ല. എന്താണെന്നറിയില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വണ്ടികളിലായിട്ട് പോത്തുംകുട്ടികളൊക്കെ ഇങ്ങനെ അറക്കാനായിട്ട് കൊണ്ടുപോകില്ലേ, നമ്പറൊക്കെ ഇങ്ങനെ മേത്തെഴുതി, അപ്പോൾ സങ്കടം വരും. പക്ഷേ ബീഫ് തിന്നുമ്പോൾ കുറ്റബോധവും സങ്കടം ഒരിക്കലും വരാറില്ല. അത് എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം ഇല്ല. അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ തന്നെ വറുക്കുന്നേക്കാളും മുമ്പ് മാനസികമായിട്ട് ഇവരെ ഒന്ന് സമ്മർദ്ദത്തിലാഴ്ത്താൻ വേണ്ടി വീണ്ടും ഉപ്പ് ഇവർക്കടെ മേത്ത് വിതറി അങ്ങോട്ട് ഒന്ന് നന്നായിട്ട് മെഴുക്കാക്കി എടുക്കുക. പിന്നെ നേരെ എന്താ വര അങ്ങോട്ട് ഇട്ട് കൊടുത്തോളാം. വരയിടൽ കൃത്യതയോടും വ്യക്തതയോടും കൂടി ആവണം. കാരണം മീൻ ചെറുതായിട്ടൊരു ചതവുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒത്തിരി വരയിടാനുള്ള സ്ഥലമില്ല. പിന്നെ അതുപോലെ തന്നെ പണ്ട് നമ്മുടെ വനിത മനോരമ അങ്ങനെ സംഭവങ്ങളുണ്ട്. അതിനകത്തൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പാചകക്കുറിപ്പുകൾ വരുമായിരുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കേണ്ട ഒരു അപ്പൂപ്പനാണ്, ഒരു വാസു എന്ന് അങ്ങനെ എങ്ങാണ്ട പേര്. പുള്ളി ഒരു ഇഞ്ചിക്കറിയുടെ ഒരു റെസിപ്പി ഒരു ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് നോക്കി ഞാൻ ആദ്യമായിട്ട് ഇഞ്ചിക്കറി ഉണ്ടാക്കി. അതൊരു സൂപ്പർ ആയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബുക്കുകളിൽ നിന്നും തുടങ്ങിയ നമ്മളുടെ പാചക പരീക്ഷണം ഇപ്പോൾ ഫോണുകളിൽ യൂട്യൂബുകളൊക്കെ നോക്കി നോക്കി ഇങ്ങനെയായി തുടങ്ങി.
അപ്പോൾ അതൊക്കെ പോട്ടെ, നമ്മൾ മീനൊക്കെ നന്നാക്കി വൃത്തിയാക്കി എടുത്തു. ഇനി കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെ സാധനങ്ങളൊക്കെ അങ്ങനെ ഇട്ടു. നന്നായിട്ടങ്ങ് തിരുമ്മി വയ്ക്കുക. ഇതിനകത്ത് എപ്പോഴും ഇങ്ങനെ ഒന്നും പിടിക്കാത്ത പോലെയൊക്കെ തോന്നും, പക്ഷെ നമ്മളൊന്ന് തിരുമ്മി കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ചാളക്കൂട്ട് റെഡിയായി വന്നുകൊണ്ടിരിക്കണം. ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. അതേസമയം നമ്മളിപ്പോൾ തൊലിയൊക്കെ പൊളിച്ചിട്ട് ശേഷമാണ് ഇങ്ങനെ മസാലയൊക്കെ തിരുമണമെങ്കിൽ വേഗം അത് അതിനകത്ത് പിടിച്ചോളും. പക്ഷെ എന്ത് ചെയ്യാനാ, മടിയും അതേപോലെ തന്നെ ധൃതിയുമാണ് പ്രധാന കാരണം. എപ്പോഴും ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കും. ഇത് കഴിഞ്ഞിട്ട് വേറെ എങ്ങോട്ടും പോകാനുമില്ല, വേറെ ഒന്നും ചെയ്യാനുമില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ തല്ലി പഠിക്കണമെന്ന് വെച്ചാൽ അതിനും പ്രത്യേകിച്ച് ഇങ്ങോട്ട് ഒരു ഉത്തരം ഇല്ല. അപ്പോൾ എണ്ണയിലേക്ക് ചാടാൻ റെഡി ആയിട്ടുണ്ട്. മറച്ചിട്ട ചാളക്കുട്ടിയും ഏകദേശം ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 3-4 പ്രാവശ്യം തിരിച്ച് മറിച്ചൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇങ്ങനെ കുറച്ചധികം ഒരുമിച്ചിട്ടിട്ടാണ് വറുത്തെടുക്കണത്. ചാള വറുത്തത് ഇവിടെ ഞാൻ ഒഴിച്ച് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് അവർ നിറച്ച് കഴിക്കും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചധികം ഇങ്ങനെ ഇട്ട് വറുത്തെടുത്തത്. നേരെ നമ്മുടെ പാൻ എടുക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക, പിന്നെ നമ്മുടെ ഈ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഈ മീൻ അങ്ങോട്ട് കരിഞ്ഞ് പൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് മീൻകറിയൊക്കെ റെഡി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണെങ്കിൽ വേവാനും ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ. ഇതിനകത്താണെങ്കിൽ തലയുടെ ഈ ഒരു പോർഷനില്ല, ആ ഒരു പോർഷനിൽ മാത്രമാണ് കുറച്ച് മാംസമുള്ളൂ. പിന്നെ ഒത്തിരി മാംസമൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ തിന്നാൻ നല്ല രസമാണ്. രസം മാത്രമല്ല, തിന്നാൻ നല്ല ടേസ്റ്റും ഉണ്ട്. ഇതും ഒരു സീസണിലായിട്ട് കിട്ടുന്ന മീനാണെന്ന് തോന്നുന്നു. ചില സമയങ്ങളിൽ മാത്രമാണ് ഈ മീനും കിട്ടുള്ളൂ. അങ്ങനെ ആ മീനൊക്കെ ഒന്ന് അങ്ങോട്ട് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടൊന്ന് വറുത്ത് കൊടുക്കാറായി. വറുത്ത് കൊടുത്തു. ഇച്ചിരി സമയം മതി വേവാനെങ്കിലും വെന്ത് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ കാത്തിരിപ്പിലാണ്. ഇതെനിക്ക് ചോറിൻ്റെ കൂടെ അല്ലാണ്ട് വെറുതെ തിന്നാനും കൂടിയാണ് ഭയങ്കരധികം ഇഷ്ടം. പിന്നെ ഇവരെല്ലാവരും ചാള വറുത്ത് കൂട്ടി കഴിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും മീൻ വറുത്ത് കൂട്ടി കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ക്ഷമയോട് കൂട്ടി കാത്തു നിന്നു. മീൻകറി ഏകദേശം ഓക്കെ ആവാറായി. ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ശരിയാകുമെന്ന് ഞാനിങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ മീനൊക്കെ പൊടിഞ്ഞു പോകും. പക്ഷേ ഇങ്ങനെ ഇളക്കിയില്ലെങ്കിൽ എനിക്കൊരു സംതൃപ്തി കിട്ടില്ല, എന്താണെന്നറിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ മീൻ വറുത്തൊക്കെ വറുത്ത് വാങ്ങി വെച്ചിട്ടുണ്ട്. 2 മീനാണ് വറുത്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വറുത്ത് മുരിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ചാള വറുത്ത് പിന്നെ എന്തായാലും നേരത്തെ മൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ടോ. ചെറുതായിട്ടൊന്ന് വിട്ടുപോയി, എന്നാലും ഓക്കെയാണ്. ഇത് നമ്മുടെ ഇന്നലത്തെ മുരിങ്ങയില തോരനാണ്, അപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ചധികം ചോറും മീൻ വറുത്തതും മുരിങ്ങയില തോരനും മീൻകറിയൊക്കെ കൂട്ടി ഇങ്ങനെ ലാവിശ്യമായിട്ട് ഉണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂട് മീൻകറിയും ചൂട് ചോറും ചൂട് എന്തുട്ടാണ് മീൻ വറുത്തതും അല്പം ചൂട് കുറഞ്ഞ മുരിങ്ങയില തോരനും ഒക്കെ കൂട്ടി അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല ചൂടുണ്ട്, കൈയൊക്കെ പൊള്ളിപ്പോവും. ആക്രാന്തം കാരണം പിന്നെ അതൊന്നും ബാധിക്കില്ലാത്തത് കൊണ്ട് നല്ലപോലെ അങ്ങോട്ട് കുഴച്ച് അരിയുടെ വേവ് എനിക്കറിയില്ലാത്തതുകൊണ്ട് ശരിക്കും വെന്തിട്ടില്ല. അപ്പം നല്ലപോലെ അങ്ങോട്ട് കുഴയില്ല, ചെറുതായിട്ട് കുഴയുള്ളൂ. അങ്ങനെ